എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചർച്ചകൾ സജീവമാകുന്ന ഈ സാഹചര്യത്തിലാണ് ഉഷാ ഹസീനയുടെ ഇത്തരത്തിലൊരു പ്രതികരണം. സർക്കാർ ശക്തമായ നടപടി എടുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നിപ്പോൾ മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, ഈ സിനിമാക്കാരുടെ തിളക്കം നഷ്ടപ്പെട്ട ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. ഈ ഉഷാ ഹസീന എന്തൊക്കെയാണ് വിശദമായി പറഞ്ഞതിപ്പോൾ? വീണ, പണ്ട് കാലം മുതൽ തന്നെ മലയാള സിനിമയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട്. ആ നേരിട്ട ബുദ്ധിമുട്ടുകൾ എല്ലാവരും വാക്കാൽ പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോൾ ഒരു റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്കും പലപ്പോഴും അവസരങ്ങൾ ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ ആവരുത്. ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും സ്ത്രീകളുടെ വിഷയങ്ങൾ പഠിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും ഉറപ്പായും സർക്കാരിന് കഴിയണമെന്നുള്ളതാണ് പ്രധാനമായും മുമ്പോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായി പറയുന്നത്, ഈ അമ്മ സംഘടനയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ അമ്മ സംഘടനയിൽ ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ പോലും നടപടിയെടുക്കാൻ കഴിയുന്നത്ര വിധം ആർജവമുള്ളവരെ മാത്രമേ ഇതിന്റെ മേഖലകൾ, അതായത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പഠനത്തിനും മറ്റും നിയമിക്കാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവരുടെ, അതായത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്ക് അടക്കം പരാതി പറഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ അടക്കം ഇവർക്കൊക്കെ നീതി വാങ്ങണമെങ്കിൽ, ഇവർക്കൊക്കെ ഒരു നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു പരാതി സെല്ലിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ പരാതി കേൾക്കുന്നവർ, മുമ്പിലുള്ളത് ഏത് ഉന്നതനാണെങ്കിലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടവർക്ക് ആർജവമുള്ളവരായിരിക്കണം. അത്തരത്തിൽ ആളുകളെ ഉൾപ്പെടുത്തി ഒരു പരാതി കമ്മിറ്റി കൊണ്ടുവരികയും എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഉഷാ ഹസീന ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. അതിന്റെ വിശദാംശങ്ങളാണ് മനീഷ് ഐഷ മാത്യു ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.